മറ്റേ കറക്റ്റ് ബുക്കെല്ലാം കറക്റ്റ് അല്ല അല്ല എല്ലാവരും വരട്ടെ അഞ്ച് പത്തൊക്കെ ഒരു മീറ്റിംഗ് ഭയങ്കര മടിയല്ല ഭയങ്കര സ്കൂളിലെ ഡിഫറൻഷ്യബിലിറ്റി ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് We have learned about the concept of derivative of a function at a point with the help of slope and a tangent of graph function at a point. നമ്മൾ ഗ്രാഫ് വരയ്ക്കണമെന്ന് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മൾ ഫംഗ്ഷൻ എടുത്തിട്ട് പ്ലോട്ട് ചെയ്യണം. ഈ ഗ്രാഫിൽ നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. ഇത് നമുക്ക് പി എന്ന് വിളിക്കാം. അപ്പോൾ ഒരു ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം സാധാരണ നമ്മളൊരു പോയിന്റ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യണം? എക്സ് കോമ വൈ എന്നല്ലേ. ഫംഗ്ഷനിലെ രീതി നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? എക്സ് കോമ എഫ് ഓഫ് എക്സ്. വൈനെ നമ്മൾ എങ്ങനെ എഴുതണം? ഫംഗ്ഷൻ ആകുമ്പോൾ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണല്ലോ. അപ്പോൾ ഇവിടെ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യണേ. ഇതിന് നേരെ വരുന്നത് എക്സിന്റെ വാല്യൂ എ ആണ് വിചാരിച്ചത്. എക്സ് ഈക്വൽ ടു എ. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് എങ്ങനെ എഴുതാം? എ ഓഫ് എന്താ എഴുതാം? എഫ് ഓഫ് എ എഴുതാം അല്ലേ? അപ്പൊ നമ്മളെന്താണ് ഒരു ഗ്രാഫ് വരച്ച് നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്ത് പി ഓഫ് എ കോമ എഫ് ഓഫ് എ നമ്മൾ എഴുതി. ഇത് നോക്കിക്കേ, ഈ പി ന്ന് ഈക്വൽ ഡിസ്റ്റൻസ് അല്ല രണ്ട് ലൈൻ പി ന്ന് ഈക്വൽ ഈ പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ള രണ്ട് പോയിന്റുകൾ ഞാൻ മാർക്ക് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത്. അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചപ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എച്ച് ആണ്. ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് എച്ച്. അപ്പൊ ഞാൻ ഈ ഒരു പോയിന്റിനെ നമുക്ക് ക്യൂ എന്ന് വിളിച്ചാൽ മറ്റേ പോയിന്റിനെ ആർ എന്ന് വിളിച്ചു. ഈ പോയിന്റ് അപ്പൊ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്ത് അതിന്റെ ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള രണ്ട് പോയിന്റുകൾ വേറെ മാർക്ക് ചെയ്തു. ഇനി ഇതിന്റെ കോർഡിനേറ്റ് ഞാൻ എഴുതിയത് നോക്കിക്കേ, എയിൽ താഴത്തോട്ടല്ലേ. ഇത് നമുക്ക് ലെഫ്റ്റ് സൈഡും മറ്റേതെന്താണ് റൈറ്റ് സൈഡും ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പോയിന്റ് എ മൈനസ് എച്ച് എന്ന് എഴുതി. അതായത് എച്ച് ഡിസ്റ്റൻസ് താഴത്തോട്ടാവുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ വരും? അപ്പം എഫ് ഓഫ് എ മൈനസ് എച്ച് ഒരു പോയിന്റ്. അപ്പൊ മുകളിലത്തെ എങ്ങനെ വരും? ആർ എന്ന് പറയുന്നത് എഫ് ഓഫ് ആർ ഓഫ് എ പ്ലസ് എച്ച് കോമ എഫ് ഓഫ് എ പ്ലസ് എച്ച്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യും. അപ്പൊ എച്ച് എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണ്, പക്ഷെ സീറോനോട് ഈക്വൽ അല്ല. ഇനി നമ്മള് ഒരു സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താവുക? അങ്ങോട്ട് വിളിച്ചാൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? y2 minus y1 divided by x2 minus x1. y2 divided by y2 minus y1 divided by x2 minus x1. അപ്പോൾ സ്ലോപ്പ് ഓഫ് p2 എന്ന് പറയുന്നത് എന്താ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താ സ്ലോപ്പ്? എന്താ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ? ബേസിക് എന്താ സ്ലോപ്പ്? ചരിവ് അല്ലെ. അപ്പൊ
പി ക്യൂവിന്റെ സ്ലോപ്പ് ഓഫ് കോൺ ഇതെന്താണ്? പി ക്യൂ എന്ന് പറയുന്നത് ഒരു കോണല്ലേ ശരിക്കും? കോൺ ഏതാണ്? കോൺ എന്ന് പറയുന്നത് ഇത് പി ക്യൂ. അതായത് ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ സർക്കിളിന്റെ ഒരു പാർട്ട് അതിനെ നമ്മൾ എന്ത് പറയണം? ഈ ലൈനാണ് കോഡ്. അപ്പൊ പി ക്യൂവിന്റെ കോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സ്ലോപ്പ് ഓഫ് പി ക്യൂ. സ്ലോപ്പ് ഓഫ് എന്ത് വരും ഇക്വേഷൻ? മനസ്സിലായോ? പി ക്യൂ എന്ന് പറഞ്ഞ ലൈൻ ഏതാ? പി ടു ക്യൂ ഇത്. അതിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ട് പോയിന്റുകളുണ്ട്, പിന്റെ ക്യൂവിന്റെ പോയിന്റ്സ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം സ്ലോപ്പ് ഓഫ് പി ക്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത്? അതായത് ബേസിക് ഇക്വേഷൻ എന്താ? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പൊ ഇത് വെച്ചിട്ട് y ഏതാണ് ഇതിന്റെ അത്? ഈ രണ്ട് പോയിന്റുകളുണ്ട്. y ഏതായിട്ട് വരുന്നില്ല? അപ്പൊ f ഓഫ് pq ന്റെ എന്താ? f of a minus h minus f of a minus h minus a. അപ്പൊ ഈ എയും ബിയും കട്ടായി പോയി, ബാക്കി എന്ത് വന്നു? f of a minus h minus f of a by minus h. അങ്ങനെ അടുത്തത് സ്ലോപ്പ് ഓഫ് pr എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബുക്കിൽ എഴുതി അടുത്തിട്ട് നമ്മൾ വരച്ചിട്ട് സ്റ്റേജിലേക്ക് കോഡ് പിടിക്കുന്നു. ഇവിടെ സ്ലോപ്പ് ഓഫ് ഒന്ന് വരച്ചിരിക്കാം. ഇത് ഓൺലൈൻ വെച്ചിട്ടുണ്ടോ? റിഹാൻ വന്നില്ലേ? ഈ കുട്ടിയുടെ പേരെന്താ? ദേവനാണോ? ഹലോ മിസ് ഓൺലൈനിലുണ്ട് കേട്ടോ. റിഹാൻ ഓൺലൈനാ കയറാം. ഫോൺ തന്നോ? ചുമ്മാ ചോദിച്ചു വേണം അങ്ങനെ എന്നോട് ചോദിക്കാതെ ഞാൻ ചുമ്മാ സ്ലോപ്പ് ഓഫ് കോഡ് pr ശരിയാ? ഇത് വരച്ചിടേ. ഇത് എക്സ്പാൻഡ് ചെയ്യണ്ട, ഇത് തുറന്നാൽ മതി. എച്ച് മാത്രമാവും. ഈ മൈനസ് പ്ലസ് കിട്ടില്ല. ഇവിടെ വലിയ അങ്ങനെ വേണ്ട. വേറെ
സ്ലോപ്പ് ഓഫ് പി ആർ കിട്ടി. f of a plus x minus f of a y. എടാ മിണ്ടാണ്ടിരിക്കണം. f of a plus h minus f of a y. ഇതാണ് കിട്ടിയത്. ഇനി നമുക്ക് h ന്റെ വാല്യൂ കുറഞ്ഞു വരുമ്പോൾ ഈ q എങ്ങോട്ടേക്ക് അടുക്കും? അതായത് h ന്റെ ഡിസ്റ്റൻസ് കുറഞ്ഞു വരുമ്പോൾ ഈ q എങ്ങോട്ടേക്ക് ടെൻഡ് ചെയ്യും? പിയിലോട്ട് ടെൻഡ് ചെയ്യും. അതുപോലെ ഇവിടെ h ന്റെ വാല്യൂ കുറഞ്ഞു വരുമ്പോഴത്തേക്കും ഇവിടെ വന്ന് പിന്നെ ഇങ്ങോട്ട് വന്ന് അടുത്തടുത്ത് വരുമ്പോഴത്തേക്കും r ഇങ്ങോട്ടേക്ക് ടെൻഡ് ചെയ്യും. അതായത് h ടെൻസ് ടു 0 പോകുമ്പോൾ എന്താവും? ഈ q r എങ്ങോട്ടാവും? ഇവിടെ വരും കോഡ് അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നമുക്കൊരു p യുടെ ടാൻജന്റ് ആണ് അവിടെ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ h ടെൻസ് ടു 0 ആകുമ്പോഴത്തേക്കും q എന്താവും? പിയിലോട്ട് അടുക്കും, r ഇങ്ങോട്ടേക്ക് വരും. ആ പോയിന്റ് എന്ന് പറയുന്നത് എന്താവും? ടാൻജന്റ് വെക്ടർ പോയിന്റ് ആവും. എഴുതിയാ നേരത്തെ മുന്നിലേക്ക് h ടെൻസ് ടു 0 q and r both tend to p. Tends to p from left hand and right hand sides respectively. When h tends to 0, the poles q and r both tends to p from left hand side and right hand side respectively. Then codes PQ and PR becomes PQ and PR become tangent at point P. അപ്പൊ ഡിഫറൻഷ്യൽ അതായത് എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആകണമെങ്കിൽ ശ്രദ്ധിച്ചോ, ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞ ആ സംഭവത്തിന്റെ മീനിങ് പറയുന്നത് എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ലിമിറ്റ്, അതായത് നമ്മളിപ്പോൾ എച്ചിന്റെ ലിമിറ്റ് കൊടുത്തില്ലേ ഈ ഒരു സംഭവത്തിന്, ലിമിറ്റ് എച്ച് ടെൻസ് 0 ഈ ഒരു സംഭവം വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 ഇങ്ങോട്ടേക്കുള്ള ഫംഗ്ഷൻ രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. f of x is differentiable. If f of x is differentiable, limit h tends to 0, f of a minus h minus f of a by h is equal to limit h tends to 0, f of a plus h minus f of a by h. That limit h ന്റെ വാല്യൂ 0 ലോട്ട് ടെൻഡ് ചെയ്യുമ്പോഴേക്കും രണ്ട് സൈഡില എന്ത് സ്ലോപ്പ് രണ്ടും സെയിം വാല്യൂ ആയിരിക്കും. ഇത് രണ്ടും സെയിം വാല്യൂ ആണെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ എന്തായിരിക്കുള്ളൂ? ഡിഫറൻഷ്യബിൾ ആയിരിക്കും എന്ന് പറയുന്നത്. അതായത് എച്ചിന്റെ വാല്യൂ 0 ലോട്ട് അടുക്കും തോറും രണ്ട് വാല്യൂസ് എന്തായിരിക്കണം? ആ സ്ലോപ്പുകൾ രണ്ടും എന്തായിട്ട് വരണം? സെയിം ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ എന്തായിരിക്കുള്ളൂ? ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുന്നത്. കേട്ടോ? മനസ്സിലായോ? അങ്ങനെ പറഞ്ഞു. അല്ല, എനിക്ക് ഡിഫറൻഷ്യബിലിറ്റിയുടെ മീനിങ് മനസ്സിലായാൽ ഞാൻ ചോദിച്ചത്. ഒന്ന് പറഞ്ഞു എന്താ? അത് പറഞ്ഞു.
ഇത് ചെയ്യുന്നതാണ് തോന്നുന്നത്. എന്ത് രണ്ടും വ്യത്യാസം? ഇപ്പൊ ഈ നമുക്കറിയാം ഒരു പോയിന്റ് ടാൻജന്റ് എന്ന് പറയുന്ന എപ്പോഴും എന്തായിരിക്കും? യൂണീക്ക് ആയിരിക്കും. അപ്പൊ ഇവിടെ പി എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നമ്മുടെ ഫംഗ്ഷനിലെ ഗ്രാഫിൽ ഒരു പോയിന്റ് എടുത്താൽ അതിന്റെ ടാൻജന്റ് എന്തായിരിക്കും? യൂണീക്ക് ആണെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ എന്താവുള്ളൂ? ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. ഇപ്പൊ നമ്മള് സർക്കിളില് നമ്മൾ എന്ത് വരയ്ക്കാറുണ്ട്? ടാൻജന്റ് വരയ്ക്കാറുണ്ട് ഇല്ലേ? അപ്പൊ നമ്മള് ഈ ടാൻജന്റ് എവിടെ കൂടെ പാസ് ചെയ്യുള്ളൂ എപ്പോഴും? അപ്പൊ അത് ഒരൊറ്റ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുള്ളൂ അല്ലേ? ടാൻജന്റ് കിട്ടുന്ന വൺ പോയിന്റ് ഓഫ് ദ സർക്കിൾ ഒറ്റ പോയിന്റിൽ പാസ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എന്താണ്? ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരച്ചിട്ട് അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. ആ പോയിന്റിൽ കൂടി ഒരു ടാൻജന്റ് മാത്രമേ എന്ത് പോകാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ആ ഫംഗ്ഷൻ എന്താവുള്ളൂ? ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. അങ്ങനെയാണ് ഈ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഒക്കെ എന്താണ് ഡിഫറൻഷ്യബിൾ ആവും? കാരണം എന്താ? നമ്മളിപ്പോ ഒരു ഗ്രാഫ് വെച്ച് വിചാരിച്ചു, കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷൻ എന്ത് പറ്റും? ഗ്രാഫിന് ബ്രേക്ക് വരും. അപ്പൊ ബ്രേക്ക് വരുമ്പോഴത്തേക്കും നോക്കിക്കേ, ഇവിടുത്തെ രണ്ട് പോയിന്റ് അത് രണ്ടും ഫംഗ്ഷന്റെ പോയിന്റ്സ് ആണല്ലോ. അവിടെ നമുക്ക് രണ്ട് ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. ചിലപ്പോ ഇവിടെ ഒരു ബ്രേക്ക് വന്ന പോയിന്റ് ഇതാണെങ്കിൽ ആ പോയിന്റിൽ കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേ ബി രണ്ട് ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. അപ്പൊ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഒക്കെ എന്താണ്? ഡിഫറൻഷ്യബിൾ ആണ്. തിരിച്ച് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ കണ്ടിന്യൂസ് ആണ്. അപ്പൊ ടാൻജന്റ് നമ്മൾ ഇത്രയും പറഞ്ഞാൽ മതി. ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫിന്റെ ഒരു പോയിന്റ് എടുക്കുമ്പോൾ അതിന് എന്ത് പാടുള്ളൂ? ഒരേ ടാൻജന്റ്, ഒരു ടാൻജന്റ് എനിക്ക് വരയ്ക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? ഡിഫറൻഷ്യബിൾ ആണ്. അതിന്റെ മീനിങ് തന്നെയാണ് ഇത്. ലിമിറ്റ് h → 0, h 0 ടെൻഡ് ചെയ്യുമ്പോൾ രണ്ട് വാല്യൂസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കും. ഏകദേശം ഇനി അടുത്തത് അതാണ് ഡിഫറൻഷ്യബിലിറ്റി ഓഫ് എ ഫംഗ്ഷൻ. ഇത് തിയറംസ് പഠിപ്പിച്ചായിരുന്നു അതിന്റെ പഠിപ്പിച്ചാ? നിനക്ക് പഠിപ്പിച്ചില്ലടാ? എനിക്ക് അവിടെ എത്തി. നിങ്ങള് തീർന്ന എന്തോ എനിക്ക് കുറെ അപ്പൊ ഡിഫറൻഷ്യബിൾ ആണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്താന്ന് കാണിക്കണം? സെയിം ആണെന്ന് കാണിക്കണം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. if f of x is equal to show that f of x is equal to mod x minus 3. Mod x minus 3. Mod x. Mod x minus 3. Mod x. അതായത് ഇതിന്റെ Mod x minus 3. Mod x minus 3 is not differentiable at x equal to 3. So that f of x is equal to mod x minus 3 is not differentiable at x equal to 3. നമ്മള് എന്താണ് ഡിഫറൻഷ്യബിൾ ആണെന്ന് കാണിക്കാനാ പറഞ്ഞത്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്താണെന്ന് കാണിക്കണം. ഇത് രണ്ടും സെയിം ആണെന്ന് കാണിക്കണം.
അല്ലേ? ആ, അപ്പൊ നോട്ട് ഈക്വൽ അല്ലാന്ന് കാണിക്കണം. രണ്ടിന്റെ വാല്യൂ വ്യത്യസ്തമാണെന്നാണ് കാണിക്കുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഫ് ഓഫ് 3 എന്ന് കണ്ടുപിടിച്ച് ആ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. അതിന് നമ്മൾ ഈ ഇക്വേഷൻസ് ആ യൂസ് ചെയ്യണം. എഫ് ഓഫ് എ മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച്. ഈ ഇക്വേഷൻ അല്ല ലിമിറ്റഡ് ഡിഫറൻസ് അല്ല. ലിമിറ്റ് h tends to 0 h tends to 0. f of x. ആ, sorry, x tends to 3 minus സെക്കൻഡ് ഡിജിറ്റ് ആണ്. ഏതാ? സെക്കൻഡ് വേരിയബിൾ ആണ്. അതായത് നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോഴത്തേക്കും ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ഇതായിട്ട് പോകില്ല. 0 നോട്ട് ഡിഫൈൻഡ് ആകുമ്പോഴാണ് നമ്മൾ എക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അല്ല അപ്പൊ ഈ x tends to 3 minus അതെ മുമ്പത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂറ്റി കണ്ടുപിടിച്ച പോലെ തന്നെ അല്ലേ? പിന്നെ കണ്ടുപിടിച്ച പോലെ മറ്റേ 3 minus 3 plus 4. ഇതിലെ എക്സും h3 ആണ്. മോഡുലസ് എടാ ഇങ്ങനെയാണ് x minus 3 x greater than 2. ഇതിലെ- ഇതിലെ ബോഡിന്റെ ഡെഫിനിഷൻ അറിയില്ലേ? അത് വെച്ചിട്ട് ഫംഗ്ഷൻ ഏത് വരും നോക്കാം. അത്രേ ഉള്ളൂ. എടാ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് പറയണെന്താ എഫ് ഓഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് 3 വരും. അപ്പൊ h എന്നാണ് x. ഇത് എച്ച് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ മൈനസ് ഓഫ് x minus 3 x less than. പക്ഷേ കണ്ടീഷൻ എന്ത് കണ്ടീഷൻ? അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഈ കണ്ടീഷൻ. മോഡ് x അതാണ്. അതല്ലേ നിങ്ങൾ കാണുന്നത്. അതിനൊപ്പം ഒരു കാര്യം എനിക്ക് let f be a differentiable at x equal to a then the definition അതിന്റെ അടിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആയിരത്തി f dash of a is equal to let f be differentiable at x equal to a then differentiable at x equal to a then f dash of a is equal to f dash of a is equal to limit x tends to a f of x minus f of a by x minus a ഈ ഫോർമുലേഷൻ ചെയ്യാം. f of x minus f of a by x minus a ഇവിടെ നോക്കിയാലേ f of a dash is f dash of a is equal to എന്താണ് ഫോർമുല f of x minus f of a by x minus a ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ മതി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ L of f dash of 3 is equal to എന്ത് വരും? f of x ന് പകരം നമുക്ക് എന്ത് എഴുതാം? ആദ്യം f of x എഴുതാം മൈനസ് f of a ക്ക് പകരം ഇവിടെ ഏത് ഫോർമുല നോക്കേണ്ടത്? a ആ. ഇവിടെ H ന് പകരം A x ആക്കി ഇവിടെ. 3 എന്തോ h ന് പകരം ആ x ഇത് ആക്കി. x വെച്ചിട്ടുള്ള ഫോർമുല f of x minus f of 3 by x minus ഈ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കാം. ഇത് ശരിക്കും ഈ ഫോർമുലയാണ് നമ്മൾ h വെച്ചിട്ട് എഴുതാറുണ്ട്. h വെച്ച് ഉപയോഗിച്ച് എന്ത് സംഭവിക്കും? h വെച്ച് എഴുതണമെങ്കിൽ ഇതായിരുന്നു. h വെച്ച് എഴുതണമെങ്കിൽ ഇത് എഴുതാം. അവിടെ x ന് പകരം h ഇട്ടുന്നേ ഉള്ളൂ. ഇവിടെ ആദ്യം നമ്മൾ x വെച്ചിട്ടുള്ള ഫോർമുലയാണ്. മറ്റേതിൽ നമ്മൾ h ഉപയോഗിക്കാറുണ്ട് നേരത്തെ. ഇത് ഇവിടെ വരും. ഇനി എന്താ ചെയ്യുക? ഇവിടെ മറ്റേ ഫോർമുല ലിമിറ്റ് x tends to 0 f of a plus h minus f of a by h ഇത്രയും കിട്ടിയില്ല. ആ ഇതിന്റെ വാല്യൂ കൊടുത്ത് f of x ന്റെ വാല്യൂ കൊടുക്കും. 3 ന്ന്. f of x എന്താ ഇവിടെ 3. 3 ആണോ? 3
മോഡ് എക്സ് മൈനസ് ഇതുകൊണ്ട് ആക്കിയിട്ടില്ലേ? ഇവിടെ എഫ് ഓഫ് എക്സിന് പകരം മോഡ് എക്സ് മൈനസ് 3 മൈനസ് എഫ് ഓഫ് 3 കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് 3 കൊടുക്കുമ്പോൾ എന്ത് 0 ബൈ എക്സ് മൈനസ്. അപ്പോൾ ലിമിറ്റ് അതും മണ്ണല്ല ലിമിറ്റ് കൊടുക്കില്ല. ലിമിറ്റ് കൊടുക്കണം ഇവിടെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ്. അത് മോഡല്ലേ മോഡ് നെഗറ്റീവ് ആണെങ്കിൽ എന്താവും? ഇതിപ്പോ നെഗറ്റീവ് സൈഡിൽ നിന്നല്ല അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ നെഗറ്റീവ് ആയിട്ട് മോഡിനുള്ളിൽ വരുമ്പോൾ പോസിറ്റീവ് ആവുക. മോഡ് എക്സ് മൈനസ് 3 എന്നുള്ളത് എന്താവും? എക്സ് മൈനസ് 3 തന്നെയാവും. പക്ഷേ അവിടെ 3 കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 പോകുമല്ലോ. അപ്പൊ നമ്മൾ അവിടെ എന്തെങ്കിലും ഇൻട്രോഡ്യൂസ് ചെയ്യും. H. പിന്നെ Hന്റെ ഫോർമുല ചെയ്തു. എടാ അടിയിലേക്ക് നോക്കിക്കേ. അടിയിലത്തെ വാല്യൂ x-ന് 3 കൊടുത്തു. അപ്പൊ ഡിനോമിനേറ്റർ എന്താവും? 0 ആയിരിക്കും. ഇനി H വെച്ച് ചെയ്യാൻ പറ്റും. അല്ല അവന് ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ഫോർമുല അതായത് ഞാൻ ഇവിടെ പറയട്ടെ. ശരിക്കും നമ്മുടെ ഫോർമുല എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന്റെ ഫോർമുലയാണ് ഇത്. എന്ത്? f of x minus f of a by x minus a. അപ്പോൾ നമ്മൾ ഈ ഫോർമുലയിൽ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്താകും? അടിയിൽ 0 ആയിപ്പോൾ 0 ആയിപ്പോൾ എന്താകും? ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആയിപ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ആ ലിമിറ്റ് ആദ്യത്തെ ഇക്വേഷൻ ലിമിറ്റ് h ടെൻഡ്സ് ടു 0 f of a minus h minus f of a by h ഈ ഒരു ഫോർമുല യൂസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ ഇവിടെ 0 വന്നില്ലേ? 3 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്താകും? ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യണം. ഞാൻ ഫോർമുല യൂസ് ചെയ്തിരിക്കുകയാണെങ്കിൽ വെട്ടിക്കളയണ്ട, അതിൻ്റെ അടിയിൽ വരിക. അപ്പോൾ എന്താ പക്ഷെ ചിലതിൽ നമുക്ക് ഡയറക്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അടിയത്തെ ഫംഗ്ഷൻ എന്താണ്? ചിലതിന് നോട്ടിഫൈഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിൽ തന്നെ കിട്ടും. നേരത്തെ നമ്മളൊരു ഗ്രാഫ് വരച്ചപ്പോഴത്തേക്ക് നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്തില്ലേ? ആ ചെറിയ ഡിസ്റ്റൻസ് അതിനെയാണ് എച്ച് എന്ന് പറയുന്നത്. ഇവിടെ എച്ച് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എച്ച് തന്നെ എഴുതിയാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് രണ്ടും പ്രോബ്ലം ശരിയാവും. ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0. അപ്പൊ എച്ച് കൊടുക്കണമെങ്കിൽ നമ്മള് ഇവിടെ നോക്കിക്കേ, എച്ചിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും x is equal to ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ട് a മൈനസ് h എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ലെഫ്റ്റ് ആയതുകൊണ്ട് അപ്പൊ ഇവിടെ a ക്ക് പകരം എന്താ? x is equal to 3 minus h.
മനസ്സിലായോ? ലിമിറ്റിന് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണ് എച്ചിന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എ മൈനസ് എച്ച് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാറുള്ളത്. ഇപ്പൊ ഇവിടെ എക്ക് പകരം 3 ആയിട്ട് എക്സ് ഈസ് ഈക്വൽ ടു 3 മൈനസ് എച്ച്. വാച്ചുണ്ട് കാലം കാലം എക്സിന് പകരം എച്ച് വെച്ച് മറ്റേ ചെയ്താൽ എങ്ങോട്ടാണ് എഴുതേണ്ടത് ഞാൻ പറഞ്ഞത്. എച്ച് ടെൻസ് ടു എന്ത് വരും ഫോർമുല? എഫ് ഓഫ് സി മൈനസ് എച്ച് മൈനസ് അതെങ്ങനെ സീറോ വരുന്ന പറയാൻ പോകുന്നത്. എക്സ് എങ്ങോട്ടാണ് എന്ത് ചെയ്യണത്? എക്സ് ടെൻസ് ടു 3 അല്ലേ? അപ്പൊ എക്സിന് ഞാൻ 3 കൊടുത്തു. ഇറ്റ് ഈസ് ഈക്വൽ ടു 3 മൈനസ് എച്ച്. ഇനി ഇത് നമുക്ക് എച്ചിന്റെ കാര്യം എങ്ങനെ കണ്ടുപിടിക്കാം? എച്ചിനെ പുറത്ത് എടുക്കാം. എച്ച് ഈസ് ഈക്വൽ ടു 3 മൈനസ് 3 ഈക്വൽ ടു 0. അതുകൊണ്ടാണ് എച്ച് 0 ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 3 മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് 3 ബൈ എച്ച് എന്നത് എച്ച് ഈസ് ഈക്വൽ ടു ഇന്ന് നോക്കിയത് അല്ലല്ല എച്ച് എപ്പോഴും 0 ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കിയിട്ട് ഇവിടെ എക്സ് 3 ആയതുകൊണ്ടാണ് എച്ച് 0 വന്നത്. എക്സ് 2 ആണെങ്കിൽ എന്ത് വരും വെച്ച് മനസ്സിലായ വ്യത്യാസം വരും. അല്ല തിയറിന് വേണ്ടിട്ടല്ല, തിയറിന് വേണ്ടിട്ടല്ല. ശരിക്കും എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് എക്സ് മൈനസ് 3 അല്ലേ ഇവിടെ എക്സ് എക്സ് എന്ന് പറയുന്നത് മോഡ് ഓഫ് എക്സ് മൈനസ് 3 അല്ലേ? അത് എഫ് ഓഫ് എക്സ് വരും. ആ ഇവിടെ വെച്ച് 0 അവിടെ പിന്നെയും ഫംഗ്ഷൻ ഇത് രണ്ടു ചെയ്ത് നോക്കുമ്പോൾ എച്ച് 0 വരുന്ന നോട്ടിഫൈഡ് ആവില്ല. സ്കൂളിലെല്ലാം പഠിക്കുന്നത് ഇവിടെ എച്ചില്ലേ? അങ്ങനെ എക്സ് എന്ന് പറയുന്നതായിട്ട് എടുക്കണം. 3 മൈനസ് അതെങ്ങനെ നമ്മൾ നേരത്തെ ഇത് സ്റ്റോപ്പ് ചെയ്ത് എവിടെ വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത്? മോഡ് എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് ഇവിടെ വെച്ചല്ലേ സ്റ്റോപ്പ് ചെയ്തത്. ഇനി നോക്കിക്കേ ഇവിടെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. അപ്പൊ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇതെന്താവും? എക്സിന്റെ പകരം നമുക്ക് എന്ത് ചെയ്താം? എ മൈനസ് എച്ച് അതായത് 3 മൈനസ് എച്ച് ചെയ്താം. മോഡ് 3 മൈനസ് എച്ച് ബൈ അത് ചെയ്താൽ 3 മൈനസ് എച്ച് ബൈ എന്ത് വരും? 3 മൈനസ് എച്ച് മൈനസ് 3 ബൈ 3 മൈനസ് എച്ച് മൈനസ് ഇങ്ങനെ വരും. ഈ ഇക്വേഷനിലോട്ട് തന്നെ ഡയറക്റ്റ് എക്സിന്റെ വാല്യൂ കൊടുക്കും. അപ്പൊ എഫ് ഓഫ് ഈക്വൽസ് ആദ്യം ഇവിടെ ഇവിടെ വരെ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ One. കൊടുക്കുന്നത്. എന്താ മറ്റേത് 1 കിട്ടിയാലോ എക്സിന് കൊടുത്തപ്പോ? അപ്പൊ അടിയിൽ എന്തോ എക്സ് മൈനസ് 3 വരുമ്പോഴത്തേക്കും 0 ആയിട്ട് കൂടിയേ. എടാ മോഡ് എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 3 എന്താ? ഇതിന് 3 കൊടുക്കാൻ എന്ത് പറ്റും? 3 കൊടുത്താൽ 0. അവരെ മോളിൽ 3 കൊടുക്കണ്ടേ? 0/0 ഫോം അല്ല മോഡ്ലെസ് അല്ലേ? എന്നാലും എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല. ആ പക്ഷേ ഇവിടെ ഡിനോമിനേറ്റർ 0 ആണെന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തത്. എന്നാലും എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0/0 ഫോം അല്ല ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ എത്ര വന്നേന്നറിയോ? -1 ആണെന്നേക്കാം. -1 അല്ലെങ്കിൽ 1 ആണ്. മൈനസ് 1 മൈനസ് ഈ മോഡ് എന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മൈനസ് അതല്ല, ഞാൻ മറ്റേ എ മൈനസ് എസ് മൈനസ് ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി? One. -1 ഇവിടെ 1 കിട്ടി. പ്ലസ് ഓർ മൈനസ് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ഇവിടെ
ഇവിടെ നമ്മൾ 3 യും 3 യും കട്ടായി. മൈനസ് എച്ച് അതിൽ കുറഞ്ഞ അതന്നെയാണ് എനിക്ക് മോഡ് -h ബൈ മോഡലെസ് എച്ച് എന്താ മൈനസ് എച്ച് എന്താ എച്ച് അല്ലേ മോഡലെസ് വെച്ച് എപ്പോഴും പോസിറ്റീവ്. മോഡുലസ് h എന്താ പോസിറ്റീവ് h. അതാണ് അപ്പോൾ h ബൈ -h is equal to -h ആകും വന്നാൽ ഞാൻ 3 മൈനസ് എച്ച് അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിന്റെ പകരം മോഡ് എടുത്തിട്ട് വേണം എടുക്കാൻ ചെയ്യാൻ. മോഡുലസ് എടുത്തിട്ട് എന്നിട്ട് വേണം അത് എല്ലാവർക്കും മാറിക്കാൻ. ഇവിടെ -1 ആണ്. മറ്റേ അടുത്ത റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിച്ചേ r of f of t. അവിടെ എങ്ങനെ എക്സ് മൈനസ് ത്രീ ഡിനോമിനേറ്ററിൽ ഇതാ ഇത് നമ്മൾ ഇവിടെ വരെ ചെയ്ത് വെച്ചാൽ ആർട്ടിഫിക്കേഷൻ മെത്തേഡ്. എക്സിന്റെ തന്നെ എടുത്തിട്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം എക്സ് എക്സിന്റെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ശരിയാക്കാം. അതേ അതേ ഇവര് ഡൗട്ട് അല്ല ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ക്ലാസ്സിൽ ചെയ്തിട്ടില്ല. നിങ്ങളൊക്കെ ചെയ്ത ഞങ്ങൾ ചെയ്തില്ല. ഞങ്ങൾ ജയിപ്പിച്ചിട്ടില്ല. ആ സിലബസിലൊന്നും നോക്കൊന്നും കൂടെ അല്ല ഇത് ശരിക്കും +1 ൽ പഠിക്കുന്നത് നിങ്ങൾ. ഡിലീറ്റഡ് ആയിരുന്നു. അല്ല ഇത് എന്താണ് അപ്രൂവ് അല്ല ചെയ്യാൻ? അപ്പൊ ഞങ്ങൾ പഠിച്ചിട്ടില്ല. അതാണ്. പക്ഷെ ഈക്വലും ശരിക്കും ഇതൊന്നും ഇതിന്റെ ഡെറിവേറ്റീവ് സുഖമാണ് എടുക്കാൻ. അതെത്താൻ ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ സുഖമാണ് ഈ ചാപ്റ്റർ. പക്ഷേ ഇങ്ങനെയുള്ള സാധനത്തിൽ പ്രൂവ് ചെയ്യാനും പറ്റും. ടെക്സ്റ്റ് തന്നെടാ. നോട്ടിലേക്ക് ഇത്ര കൊടുത്തു. രണ്ട് തീരുണ്ട്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുത്തപ്പോൾ കഴിഞ്ഞ കാര്യം രണ്ടും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് സെയിം ആയതുകൊണ്ട് ഫംഗ്ഷൻ എന്തല്ല ഡിഫറൻഷ്യബിൾ അല്ല. ഇനി അടുത്തതൊരു പോയിന്റിലേക്ക് സിലബസ് അതാണ് ഇങ്ങനെ ചെയ്യിപ്പിച്ചിട്ടേ ഇല്ല. ഞാനത് പോയ എണ്ണാനെ പോയി അടുത്ത തിയറിക്ക് if function f is differentiable at c then it is also continuous at the board. ഡിഫറൻഷ്യൽ ആണ് കാണിക്കുന്നത് A function differentiable at the point c then it is also continuous at the board. ബ്രാക്കറ്റിനുള്ളിൽ എന്താ F dash സി അത് അങ്ങനെയല്ലേ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് ആ ഇക്വേഷൻ അതിനകത്ത് ആ ഇക്വേഷൻ f dash of c equation f of x minus f of c by x minus show that f of x equal to mod x minus 3 is not differentiable at x minus x equal to 3. Equation of which the limit f of LHD minus d f of x minus f of c are equal. ഇവിടെ
if equation number F dash of C യുടെ equation. അപ്പോൾ അത് F dash of C എന്ന് പറയുന്നത് f of x minus f of c by x minus c ആണ്. F dash of C യുടെ equation, which is equal to ആണ് limit x tends to c f of x minus f of c by x minus c. ഇനി ഇതിനെ റെസിപ്രോക്കൽ അപ്ലൈ കൊടുക്കാം. അപ്പോൾ എന്താ ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന അമൗണ്ട് എന്താവും മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ f of x minus f of c is equal to limit x tends to c f of x minus f of c by x minus c എന്തൊക്കെ പറ്റി x minus c. എന്താണ് അല്ല അച്ഛൻ്റെ എന്തൊക്കെ മാടപ്പള്ളി ഇനി ലിമിറ്റ് ഇവിടെ വരെ എത്തിക്കുക നിങ്ങൾ. ഇത് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആണെങ്കിൽ പ്രൂവ് ചെയ്യാൻ എന്താ പഠിച്ചത് നമ്മൾ? ഒരു ഫംഗ്ഷൻ f of x കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് x tends to c f of x എന്ത് കിട്ടും? f of x equal to f of c. f of c. ഇതാണ് കണ്ടിന്യൂസിന്റെ ഫോർമുല. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് x tends to 0 f of x is equal to f of c കിട്ടുക. ഇതാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക്. അപ്പോൾ ആദ്യം ഡിഫറൻഷ്യബിൾ ആണെന്നുള്ളതിന്റെ കണ്ടീഷൻ തുടങ്ങി നമ്മൾ തുടങ്ങി. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ലിമിറ്റ് x tends to c f of x minus f of c by x minus c എന്ന് പറയുന്നത് f dash of c ആണ്. f dash of c യുടെ ഇക്വേഷൻ ആണ് f of x minus f of c by x minus c. ഇത് താഴത്തോടെ ആണ് തന്നെ എഴുതി ഈ x minus c അപ്പുറത്തോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇത്രയും ചെയ്യാം. ഇനി ലിമിറ്റ് സെപ്പറേറ്റ് കൊടുക്കാൻ ഇതിനും അകത്തോട്ട് ലിമിറ്റ് എടുക്കും ചെയ്യണം. എക്സിലേക്ക് അപ്പോൾ സ്വീകരിക്കും ഏതാ സെയിം സാധനം കുറേ പ്രാവശ്യം ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്യും. f dash of c and equation f of x minus f of c by x. ലിമിറ്റ് സെപ്പറേറ്റ് കൊടുക്കുന്നതാണ്. ലിമിറ്റ് കൊടുക്കുക. സ്പ്ലിറ്റ് ചെയ്ത് ലിമിറ്റ് ആരും ഈ ഒരു സാധനം ലിമിറ്റ് കൊടുക്കണമെങ്കിൽ f dash of c ലിമിറ്റ് മറ്റേത് എന്താവും 0 ആയിരിക്കും. Zero. ഏതാ? അപ്പോൾ എന്താ f dash of c into 0 എന്ന് വരും. അതെ. Any zero അത്. Multiply. F of x minus f of c equal to 0. F of x equal to f of c. Okay, right. ആ ഒരു ഇക്വേഷൻ 0 ആയി പോകും. ആ. അപ്പോൾ ലിമിറ്റ് x tends to f of x 0 f of c എന്ന് പറയുന്നത് ലിമിറ്റ് ആണ് ലിമിറ്റ് അതല്ല ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ലിമിറ്റ് കൊടുക്കണം. സോ എഫ് ഡാഷ് ഓഫ് സിയുടെ കഴിഞ്ഞിട്ട് ലിമിറ്റ് ലിമിറ്റ് കൊടുക്കണം രണ്ട് സൈഡിൽ. ലിമിറ്റ് x tends to 0. limit
ഇനി അത് ഇത് ഈക്വൽ അല്ല അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും തിരിച്ചങ്ങോട്ട് കൊടുക്കണം ഇതിന് ലിമിറ്റ് സെറ്റ് ചെയ്താലോ ആൻസർ അവിടെ ലെഫ്റ്റ് സൈഡിൽ എക്സ്ട്രാക്സ് 0 ആണ് 0 അവിടെ ലിമിറ്റ് ഇവിടെ ലിമിറ്റ് മോൾ Second last result അല്ലേ? അതല്ല അവിടെ വരെ പിന്നെ ലിമിറ്റ് കൊടുക്കാം ലിമിറ്റ് അത് കോഴ്സ് ലിമിറ്റ് വരണം ഇനി അതുപോലെ തന്നെ ലിമിറ്റ് സെറ്റ് അപ്പൊ അങ്ങനെയുണ്ട്. 400 gram കഴിഞ്ഞ് ഇതിന് എക്സ്റ്റൻസി ഇങ്ങനെ സെറ്റ് ചെയ്താൽ അകത്തോട്ട് ലിമിറ്റ് എക്സ്പാൻസ് Unlimited space. ഇവിടെ എക്സ്പാൻസ് വരണം ഈ ലിമിറ്റ് ഇതിന് കൊടുത്ത് ലിമിറ്റ് ഇതിന് കൊടുത്ത് ലിമിറ്റ് നമുക്ക് എഫ് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് എഫ് ഇൻറ്റു ലിമിറ്റ് ചെയ്യുന്ന ഇതല്ല ആ ഫോർമുലയിലോട്ട് എഴുതുക ഫോർമുലയല്ല അപ്പോൾ ഇതിനെ മാത്രം നമുക്ക് എഫ് ഡാഷ് ഓഫ് സി എഴുതാം എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു 0 ഇൻറ്റു സി ഈക്വൽ 0 അതൊന്നും ഇല്ലെന്ന് ഇതൊന്നും ഇല്ല പഠിപ്പിച്ചിട്ടില്ല അപ്പൊ നീ വല്ല പഠിച്ചോ ആദ്യത്തെ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യണം 30 ക്വസ്റ്റ്യൻസ് അത് കഴിഞ്ഞിട്ട് ലോകെ സാധനം എടുത്ത് നോക്കാം ക്ലിയർ നിങ്ങൾക്ക് പഠിപ്പിച്ചില്ല കേട്ടോ ഈ സിലബസിന് മീനിങ് ആണ് ഇനി അടുത്തത് എനിക്ക് ഫംഗ്ഷന്റെ ഫോർമുലാസ് ആണ് കേട്ടോ എൻ്റെ അടുത്ത് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് ഓൾറെഡി പഠിക്കാനുണ്ട് ഇതൊക്കെ ഞങ്ങൾ പഠിച്ചു കളഞ്ഞു ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ലിമിറ്റഡ് പോർഷൻസ് ആയിരുന്നു
ഇപ്പൊ അത് ഞങ്ങളുടെ പ്രശ്നമൊന്നുമില്ല. അടുത്തത് ശരിയല്ലാത്ത കാരണം ഞങ്ങൾക്കില്ല. ഞങ്ങൾ പഠിച്ചതപ്പോ നിങ്ങൾ പഠിച്ചത് എനിക്കൊന്നും പറയാനില്ല. പഠിച്ചില്ലേ സിനിമയില് അടുത്തത് അപ്പൊ ഡെറിവേറ്റീവിന് നമ്മള് dy by dx എന്ന് പറയും. ഡെറിവേറ്റീവിന്റെ ഷോർട്ട് ഫോം ആണ് dy by dx. അപ്പൊ അതിന് y എന്ന് പറയുന്നത് എന്താ f of x ആണ്. അപ്പൊ നമുക്ക് d of f of x ഡെറിവേറ്റീവ് പറയുന്ന ഒരു ഫംഗ്ഷന് dy by dx എന്നാണ്, y എന്ന് പറയുന്നതാണ് ഫംഗ്ഷനിന്റെ അത്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, d of f of x by dx എന്നും എഴുതാം. നമുക്ക് ഡെറിവേറ്റീവ് ഓരോ ഫംഗ്ഷനും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്. അതെങ്ങനെ dx by dx രണ്ട് കട്ടായി പോയി എന്താവും 1. അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് 1. ഇനി x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് പറയുന്നത് x റേസ് ടു ഒരു പവർ വന്നാൽ അതിന്റെ ഡെറിവേറ്റീവ് 2x. അല്ലെങ്കിൽ അതിനൊരു ഫോർമുല ഉണ്ട് x റേസ് ടു n ന്റെ ഫോർമുല nx raised to n minus nx റേസ് ടു n മൈനസ് 1. ഇനി അടുത്തത് റൂട്ട് x അപ്പൊ എങ്ങനെ വരും? റൂട്ട് x എന്ന് പറയുന്നത് നമുക്ക് അതെങ്ങനെ വന്ന 1/2 അതായത് റൂട്ട് x നമുക്ക് x റേസ് ടു 1/2 എന്ന് എഴുതാം. ഇത് നമുക്ക് ഈ ഫോർമുലയിലോട്ട് അപ്പൊ എന്ത് വരും? 1/2 x റേസ് ടു 1/2 മൈനസ് 1. അപ്പൊ എന്ത് വരും? 1/2 x റേസ് ടു 1/2 മൈനസ് 1 മൈനസ് 1/2 which is equal to 1/2 x അടിയിൽ വരും 1/2 root x. താഴെ Minus റേസ് ടു മൈനസ് 1/2 ആണ്, താഴോട്ട് വരുമ്പോൾ 1/2 root x. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നോക്കിയ പേജ് നമ്പർ ഓരോ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ടെക്സ്റ്റില് ഏറ്റവും ലാസ്റ്റില് ഡെറിവേറ്റീവ് ഓരോ ഫംഗ്ഷന്റെ. അപ്പൊ നേരത്തെ ഇത് വരുന്നത് നമുക്കിത് അറിയാം. പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. പ്ലസ് 1 എവിടെ അതല്ല ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ട്. ഓരോ ഫോർമുലാസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. Sin x ന്റെ cos x, cos x ന്റെ minus sin x, tan ന്റെ sec x, minus cos x. നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ ഞാൻ ചോദിക്കാട്ടോ. അത് നീയാണോ? എഴുതിക്കോട്ടെ. നീയല്ലോ എനിക്കറിയില്ല. ഞാൻ സീക്കിൻവേഴ്സ് അതൊക്കെ പഠിച്ചിട്ട് Derivative question എനിക്ക് derivative of the function with respect to find the derivative of the function with respect to x. എനിക്ക് മറ്റേ കോസിന്റെ സൈഡ് മാത്രം അറിയില്ല. എടാ കോസിന്റെ സൈഡ് മാത്രം അറിയില്ല. Derivative of find the derivative of the following function with respect to x. First ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ sin of x square plus 5. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഓരോ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഇവിടെ sin ഒരു ഫംഗ്ഷൻ ആണ്, x സ്ക്വയർ ആണ്. അപ്പോൾ ഓരോ ടേമിന്റെ ഡെറിവേറ്റീവ് എടുക്കണം നമ്മൾ. അപ്പോൾ സൈനിന്റെ ഡെറിവേറ്റീവ് എന്താ? അപ്പോൾ നമ്മൾ ഇവിടെ y is equal to ഇത്. അപ്പോൾ dy by dx എന്ന് എഴുതുക. ആൻസർ എഴുതുമ്പോൾ സൈനിന്റെ ഡെറിവേറ്റീവ് എന്താ? cos x. x ന്റെ സ്ഥാനത്ത് ആരാ കിടക്കണം? cos of x square plus 5. ഇനി അടുത്തത് കിട്ടേണ്ടത് x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ഇൻറ്റു ആണ് നമ്മൾ കൊടുക്കണം. ഓരോ നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഓരോ ടേമിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. അതിലെല്ലാവരുടെയും കണക്ട് ചെയ്യുന്നത് ഇൻറ്റു വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം സൈനിന്റെ ഡെറിവേറ്റീവ് cos sin x ആണെങ്കിൽ cos x ആയിരിക്കും. ഇവിടെ x ന്റെ സ്ഥാനത്ത് cos x square plus 5. ഇനി അടുത്തത് x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എത്ര? x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ഇനി എന്താ 5 ന്റെ ഡെറിവേറ്റീവ് എന്താ? 0. അപ്പോൾ അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് നമ്മൾ ഇതിനെ കുറച്ചുകൂടെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ 2x cos x square plus 5. അടുത്ത ക്വസ്റ്റ്യൻ ഏതല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ
ചെയ്യുന്നുണ്ടോ ഞങ്ങൾ അങ്ങനെ ഡെറിവേറ്റീവ് എഴുതുന്നു അവിടെ. പ്ലസ് വല്ല ടെക്സ്റ്റിലാക്കി എഴുതുന്നുണ്ടോ? കോസിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? മൈനസ് അതായത് കോസിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സിന്റെ സ്ഥാനത്ത് സൈൻ എക്സ്. ഈ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവോ കോസസ് അപ്പൊ ഇൻറ്റു കോസസ്. മനസ്സിലായല്ലോ? കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ്. ഇനി സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസസ്. അടുത്ത y equal to sin ax plus b. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ dy by dx എന്ന് എഴുതുക. എന്നിട്ട് ആൻസർ എഴുതുക. അതാണ് ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. അതെ ഇത് നീ കോസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് അടുത്തത് sin ax ന്റെ 2x ന്റെ ഡെറിവേറ്റീവ് എന്താ? 2x ന്റെ ഡെറിവേറ്റീവ് 2. അപ്പോൾ ഇവിടെ ax എന്ന് പറയുന്ന കോൺസെപ്റ്റ് ax ന്റെ ഡെറിവേറ്റീവ് a sin പ്ലസ് ബി എടുക്കാനുണ്ട് sin x plus b. അതാണ് ഇതിന്റെ കോൺസെപ്റ്റ് അറിയില്ല. ഇതിന്റെ ഡെറിവേറ്റീവ് അറിയാം ഏത് ഡെറിവേറ്റീവ്? ax plus b ന്റെ ഡെറിവേറ്റീവ് അതാണ് ഈ ഇവിടെ കിടക്കുന്നത്. ഈ ഡെറിവേറ്റീവ് ആണ്. രാമശ്രീ കണ്ടാൽ എടാ തല്ലുപിടിക്കാണ്ട് ചെയ്യണം. വേറെ ക്വസ്റ്റ്യൻ മനസ്സിലായി ഇമോഷണലാണ് അച്ഛൻ കുറച്ച് ഇമോഷണൽ മാഡം എല്ലാ സ്ഥലത്തും ഞാൻ വിളിച്ചണ്ട വിളിക്കാത്ത ഞാനാണ് നരകത്തിൽ പോടാ നീ ആ പണ്ട് ഞാൻ എന്ത് ചെയ്താ? 5 cos ഇങ്ങനെ അപവാദം പറഞ്ഞാൽ എടാ എഴുതണം. അപവാദം പറഞ്ഞിട്ടുണ്ടാക്കും അവർ ഞാനാണ് തെറി വിളിച്ചത് പിന്നെ ചിലർക്ക് ചിലപ്പോ ഇങ്ങനെ അവൻ ചിലപ്പോൾ തിരക്ക് കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ പണ്ട് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ്. എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. എല്ലാ എടാ അവൻ ചിലപ്പോ അവനെ ഹേട്ടിനെ പറ്റി സംസാരിച്ചത് അങ്ങനെ പറഞ്ഞു. ഞാൻ പറയാത്ത കാര്യം ആ അങ്ങനെ എന്തിനാ പറഞ്ഞത്? തെറിയല്ലത് ഞാൻ കെട്ടിയതെപ്പോഴാണ് സംസാരിച്ചേ എന്ത് നീ? അല്ല അത് ചിലപ്പോ അവർക്ക് നിങ്ങളിപ്പോ ഇത് ചെയ്യുമ്പോ നിങ്ങളത് ആവശ്യമുള്ള കാര്യമല്ല ചെയ്യുന്നത്. എനിക്കൊന്നും പറയാം ഇതെത്ര കിട്ടി? ഇത് cos 5x plus 3 5 cos 5x plus 3 ആ പറഞ്ഞോ. cos cos 5x plus 3 55 രണ്ടാമത്തേത് minus sin x square plus 5x into 2x plus 5 5x plus 5 ആ 2x x square 2x ഇവിടെ എന്ത് ചെയ്യണം? 5x ഞാൻ ഇവിടെ 5x ന്റെ ഡെറിവേറ്റീവ് ഇൻടു ആയിട്ട് ചെയ്തു പ്ലസ് ആയിട്ട് ചെയ്തു. അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് വീട്ടിൽ തന്നെ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളൂ
5 cos 5x plus 3. ഏതാ? Fourth one അല്ലേ? 5 cos 5x plus 3 അല്ലേ? 5 cos 5x plus 5 cos ആ? ആ, 5 cos 5 5. 5 cos അല്ല 5. Sin x plus 5x plus ഇത് correct ആ. Thank you bro. Hey, thank you. എന്താണ്? Okay bro. അടുത്തത് sec tan of root x ട്ടാ. അല്ല മിസ്സ അഞ്ചാമത്തെ ആൻസർ എങ്ങനെയാണ്? Secret ആയിരുന്നു. അഞ്ചാമത്തെ എന്താണ്? കിട്ടി. ഇത് അഞ്ചാമത്തേന്റെ ആൻസർ മൈനസ് സൈൻ 2x 5 ആണ്. മൈനസ് സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 5x into 2x plus 5. Abi 5. Into 2x plus 5. Plus 5. okay. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ? sec of tan not root ആണ്. tan root x ട്ടാ. Sec എന്ന് എന്താണ്? അത് sec x tan x. secന്റെ sec x. Tan x ന്റെ sec square x. Sec square x. Sure. ഇതേതാ? sec x Thank you bro. tan x x tan x. tan x ന്റെ എന്തായിരുന്നു? Sec is the formula. tan x ന്റെ ഡിഫറൻഷ്യൽ Sorry. Sec square x. sec square. root x ന്റെ ഡിഫറൻഷ്യൽ എടുക്കാം 1/2. 1/2. Cosec ന്റെ ഡെറിവേറ്റീവ് എന്താ? Cosec. Cosec minus cosec x cot x. Cosec x cot എടാ സി വെച്ച് തുടങ്ങുന്ന എല്ലാവർക്കും മൈനസ് minus cosec. root x ന്റെ ഡെറിവേറ്റീവ് ട്ടാ. ആ, നോർമൽ. പിന്നെ കോർഡിനെ ഇതാണ് മൈനസ് ഇതിന്റെ ആൻസർ. ആ കിട്ടി. Yes. ഇനി അടുത്തത് sin x tan into tan root x. എന്താണ്? അത് tan inverse tan. ഇത് അതായത് കോർഡിനേറ്റ് sec x ഡേറ്റ. ന്റെ sec x tan x ആണ് അല്ല, ഡെറിവേറ്റീവ്. അല്ല. അപ്പൊ sec x ന്റെ മാത്രം sec x tan x പിന്നെ tan x tan root x ന്റെ ഡെറിവേറ്റീവ് ആണ് sec square x. പിന്നെ root x ന്റെ ഡെറിവേറ്റീവ് 1/2. നന്നായി വായിച്ചില്ല. ശരി, 6 Yes sir. Yes sir. 6 Thank you bro. root of tan സൈൻ അല്ലേ? tan root of tan Next two കൂടി ചെയ്യണം. tan 4x minus 1. 4x. 4x minus 1. എളുപ്പം 1/x. root x എന്ന് 1/2 root x. അപ്പൊ ഈ root x നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം. tan 4x minus 5 all raised to 1/2. ഇനി ആദ്യം 1/2 ന്റെ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പൊ എങ്ങനെ വരും? 1/2 ന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? root x ന്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 root x. അപ്പൊ x ന്റെ സ്ഥാനത്ത് എന്താ? ഈ ഒരു വലിയ ഫംഗ്ഷൻ. അപ്പൊ 1/2 root of tan 4x minus 5. ഇനി ഓരോ ടൈം tan ഡെറിവേറ്റീവ് എടുക്കും. tan ഡെറിവേറ്റീവ് എന്താ? sec square 4x minus 5. ഇനി എന്താ? ഡെറിവേറ്റീവ് 4x ന്റെ 4 minus 0 ആണ് കേട്ടോ. ഇതാണ് ഐഡിയ. ഇല്ല, 4 ഉം 2 ഉം കേട്ടോ.
ആ 4x ആണ്. 4XL ഫോർ അല്ല, 4 into കട്ടോ. ആ 4 into കട്ടാക്കാം. കട്ടാക്കിയതിന് കുഴപ്പമുണ്ടോ? ഷോർട്ട് ആക്കാം മാക്സിമം. അല്ല ഇങ്ങനെ കട്ട് ചെയ്തതിൽ കുഴപ്പമില്ല. ഇല്ല. ചിലപ്പോൾ അര മാർക്കോ മാർക്കോടിന്റെ അടുത്ത് വരാം. എടാ, ചിലപ്പോ self added ചെയ്യും. ഇപ്പൊ വീട്ടിൽ നിന്ന് അടി ഇനി അടുത്ത ഉണ്ടാക്കിയാൽ question. Cos അതെ cube മൊത്തം വെട്ടിക്കളെ 2x plus 3. ക്വസ്റ്റ്യൻ ആണോ ആ. എന്താണ് Cos cube 2x plus 3. പോസിറ്റീവ് 2x plus 3. അപ്പൊ ആദ്യം കോസിന്റെ എടുക്കണമെന്നോ? ക്യൂബിന്റെ അപ്പൊ നമുക്ക് എങ്ങനെ ക്യൂബ് നമുക്ക് എങ്ങനെ എഴുതാം? cos ക്യൂബ് എന്ന് പറയുന്നത് Two. cos ഓഫ് ക്യൂബ് എന്ന് 3 എഴുതാം. cos square. അപ്പൊ cos 2x plus 3 the whole cube എന്ന് എഴുതാം. ആ ഇതിന്റെ അടുത്ത് എളുപ്പമുള്ള cos ക്യൂബ് 2x plus 3 നമുക്ക് ക്യൂബിനെ നമ്മൾ റിയൽ ക്യൂബ് അല്ലേ ഒരു ആ മനസ്സിലായോ? ഏതാ മനസ്സിലാവുക? ഇതാ. അതായത് cos ക്യൂബ് ഉണ്ടല്ലോ. ഈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയില്ല. cosന്റെ മാത്രമേ അറിയില്ല. cos x എന്ന് പറയുന്നത് sin x ആണ്. Okay. അപ്പൊ ഈ cos ക്യൂബ് എന്നുള്ളത് മാറ്റാൻ വേണ്ടി നമ്മൾ ഈ ക്യൂബിനെ നമ്മൾ ഹോൾ ക്യൂബ് എന്ന് എഴുതാലോ. അങ്ങനെ എഴുതും. ഇനി നോക്കിക്കേ ക്യൂബിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ? x raised to 3 ന്റെ ഡെറിവേറ്റീവ് എന്താ? 3x സ്ക്വയർ raised to n minus 1 3x square. അപ്പൊ ഇതെങ്ങനെ വരും? 3 cos 2x plus 3 the whole square. ഇനി അടുത്തത് cosന്റെ ഡെറിവേറ്റീവ് എടുക്കും. cosന്റെ ഡെറിവേറ്റീവ് എന്താ? നോക്കിയാ. cosന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x. കിട്ടിയാ? അപ്പൊ cosന്റെ ഡെറിവേറ്റീവ് sin മൈനസ് മൈനസ് ഞാൻ പുറത്തോട്ട് sin 2x plus 3 പിന്നെ 2x ഇല്ല 2x plus 3 യുടെ പക്ഷേ ഇങ്ങോട്ട് പറഞ്ഞു അത് ആടി അതായത് നമ്മൾ ഓരോന്നിന്റെ എടുക്കുമ്പോൾ ഇൻഡ്യൂ ചെയ്യേണ്ടതാണ്. അതായത് ഈച്ച് ടൈമിന്റെ എടുക്കുമ്പോൾ കണക്ട് ചെയ്യണം ഇൻഡ്യൂ വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ 6 cos minus 6. 3 into minus 6. ആദ്യം ഒരുമിച്ച് മൈനസ് 6 മൈനസ് മനസ്സ് അങ്ങനെയാണെങ്കിൽ 2x cos x വീട്ടിൽ പോകട്ടെ ഐ സ്ക്വയറിന് എഴുതാം. ഇതിപ്പോൾ വേറെ പരിപാടി ഒന്നും നേരത്തെ കിടക്കണം നീ എവിടെ കിടക്കണം? നീ 7 മണിക്ക് കിടന്നു. നാളെ 3 മണിക്ക് തൊഴാൻ പോണം രാവിലെ എവിടേക്ക്? വേണ്ടത്തേക്ക് പോകാം വായിച്ചോട്ടെ. ക്യൂബിന്റെ minus 3. അല്ലടാ സൈനിന്റെ ഓ ഈ മൈനസ് ഈ മൈനസ് അത്ര ഉണ്ട് പോകണം നീതി പോണം. സൈൻ സ്കീയർ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈ സൈനിനെ എങ്ങനെ എഴുതാം? മൊത്തത്തിൽ ഔട്ട് സൈഡ് ഉണ്ടാക്കി എഴുതാം. സൈൻ എന്നിന്റെ ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ സൈൻ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് ഹോൾ റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് വേണം ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോൾ നേരെ ക്യൂബ് സ്ക്വയർ വെച്ച് അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തത് ക്യൂബ് ഒക്കെ നീ എന്താണ് ഇവിടെ ഇതിന്റെ ഭംഗി ആസ്വദിച്ചിരിക്കുന്നത്? ഇത് മനസ്സിലായില്ലേ? ഇത് എന്ത് ഫോമിലാണ് കിടക്കണം? എക്സ് റേസ് ടു എന്നിന്റെ ഫോമിലാണ് കിടക്കണം. അപ്പൊ എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്താ?
ആ index raised to n minus 1. അപ്പൊ ഇവിടെ എങ്ങനെ വരും അത്? n x ന്റെ സ്ഥാനത്ത് ആരാ? ആ അപ്പൊ അത് n into sin हाँ 4 raised to n. ഇനി എന്ത് വരും? അപ്പൊ ഈ പവറിന്റെ ഡെറിവേറ്റീവ് എടുത്തു. ഇനി ഈ സാൻ എതിരുടെ എടുക്കണ്ടേ? സൈന്റെ ഡെറിവേറ്റീവ് എന്താ? അപ്പൊ കണക്ട് ചെയ്യണ എങ്ങനെ? പ്ലസ് വെച്ചിട്ടാണോ? കോസ് ഇനി അടുത്ത ടൈം എക്സ് സ്ക്വയറിന്റെ എങ്ങനെ കണക്ട് ചെയ്യും? ടു എക്സ് ആണ് വരുന്നത്. എ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2ax ആണ് ട്ടോ. എ കോമൺ പുറത്തെടുക്കാം. ആ a 2x അല്ലെങ്കിൽ 2ax. ഇനി അടുത്ത് sin root x plus ഇവിടെ അടുത്ത് എഴുതാം. ഈ ഏത് എഴുതാം? sin root x plus cos square root x. അതല്ല പ്ലസ് ഇതാണ് പ്ലസ് അത് ലോസ് ഇതിന്റെ ഇടയിൽ dy by dx Is it finished? Cos root x into 1 by 2 root x plus 2 cos root x into minus sin root x into 1 by 2 root x. Yes. കിട്ടിയോ? Yes. sin root x ന്റെ ഡെറിവേറ്റീവ് എന്താ? cos root x. ഈ root x ന്റെ ഡെറിവേറ്റീവ് sin x plus cos x the whole square ചെയ്തായിരുന്നോ? ഇല്ല അത് ഇല്ലേ sin x plus cos x the whole square ചെയ്താലോ? sin x plus cos ഇത് നമ്മൾ dy by dx തന്നെ എഴുതണമല്ലോ. y ഇങ്ങോട്ട് ഇതാണ് dy by dx. മിസ് ചെയ്യില്ല ആ സ്റ്റെപ്സ് അറിയില്ലേ dy by dx ചെയ്താൽ? അറിയോടാ? നമ്മളിപ്പോ y ഇങ്ങോട്ട് എഴുതിയില്ലേ? അടുത്ത സ്റ്റെപ്പിൽ dy by dx ചെയ്താ. എന്നിട്ട് d ഇതിന y യുടെ സ്ഥാനത്ത് d of y ഉണ്ട് അവിടെ d by sin x by dx plus d of അങ്ങനെ എഴുതിയിട്ട് വേണം ഓരോ സ്പ്ലിറ്റ് എഴുതിയിട്ട് വേണം ഡെറിവേറ്റീവ് എടുക്കാൻ. അങ്ങനെ എഴുതിയതിന് കുഴപ്പമില്ല. സ്റ്റെപ്സ് എഴുതിയില്ലെങ്കിൽ ചിലപ്പോൾ
അടുത്തത് സ്റ്റെപ്പ് ചെയ്ത വേറെ പ്ലസ് 1 തൊട്ട് 0 എടാ എങ്ങനെ പ്ലസ് 1 തൊട്ട് ഞാൻ d/dx മാത്രം ഇങ്ങനെ എഴുതി ബാക്കി ബാക്കിയുള്ള ആൾക്കാരുടെ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യണം. പക്ഷെ കുറച്ചും കൂടി ഇതിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വരുമ്പോഴത്തേക്കും എടാ എന്തുവാ sin x plus cos x whole square. മനസ്സിലായോ? അങ്ങനെ ബ്രാക്കറ്റ് ആദ്യം തുറന്നു സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതിയല്ലോ. എന്നിട്ട് സെപ്പറേറ്റ് ടെൻസിൽ എടുക്കാം. അപ്പൊ ഇത് നമുക്ക് y equal to sin x plus cos x the whole square dy by dx is equal to d of sin x plus cos x the whole square by dx is equal to സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് അതെടുക്കാം. അപ്പൊ എന്ത് വരും? 2 sin x plus cos x into ഇതിന്റെ ഡെറിവേറ്റീവ് sin x ന്റെ ഡെറിവേറ്റീവ് sin x ന്റെ 2 ഡെറിവേറ്റീവ് cos 2x cos x into അല്ല plus മൈനസ് എക്സ് minus x ബ്രാക്കറ്റ് ചെയ്യണ്ടേ ഇവിടെ? അല്ല പ്ലസ് അല്ലേ? അല്ല പ്ലസ് പിന്നെ ഇവിടെ മൈനസ് ആവുമല്ലോ. ആ അല്ല ഇൻഡു അല്ലല്ലോ ബ്രാക്കറ്റ് ബ്രാക്കറ്റ് ആ ബ്രാക്കറ്റ് ബ്രാക്കറ്റ് into ആണ് ട്ടോ. plus 2 cos 2x മിസ് അവസാനം plus minus മിസ് 2 cos 2x മിസ് minus മിസ് എന്താണ്? നിർത്താം എടാ ആറേകാലം ആയിട്ടുള്ളൂ. ഇതൊക്കെ ഇവിടെ a plus b a minus b ഫോർമുലയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 2 cos square x minus sin square x എന്ന് എഴുതാം. സിംപ്ലിഫൈ ചെയ്ത് എഴുതണേ. sin square x a plus b to a minus b. ഇതിന്റെ ഇങ്ങനെ തോന്നുന്നില്ല ഇതിനെ 2 sin x plus cos x plus എക്സിന് അതിൽ എക്സ് ആയിട്ട് ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് ഇങ്ങനെ cos. ചെയ്താൽ കിട്ടത്തില്ല cos x ന്റെ ഡെറിവേറ്റീവ് ആണ് minus b. cos 2x എന്നാ cos square x minus x 2 cos എടാ 2 കോട്ടി നമ്മൾ ചെയ്തായിരുന്നു. അതൊക്കെ ചെയ്യാം. 2 cos അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കൊസി 2 കോട്ട് ക്യൂ കോട്ട് റൂട്ട് കോട്ട് നമ്മൾ ഇതിനാ 2 കോട്ട് x സ്ക്വയർ the whole raised to 1/2. ഇങ്ങനെ എഴുതിയിട്ട് തരാം ട്ടോ. മനസ്സിലായല്ലോ? okay ഇത് നമ്മള് let's 1/2. ഇനി ആദ്യം 1/2 എടുക്കണം ട്ടോ. ഇതാടാ minus 4x cosec x മിസ് പ്രൊഡക്റ്റുള്ള ചെയ്യണം എന്താ വേണ്ടത്? പ്രൊഡക്റ്റുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് അല്ല കോൺസെപ്റ്റ് കൊടുക്കാനല്ലേ കോമൺ ഔട്ട്സൈഡ് എടുക്കണം. അപ്പൊ അത് എന്താ വേണ്ടത്? minus cosec കൊസി minus cosec square x. Cosec ഡെറിവേറ്റീവ് ആ, minus cosec cosec square square x. അപ്പോൾ എനിക്ക് വേറെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ 1/2 അപ്പോൾ 2 അവിടെ തന്നെ കോമൺ കിടക്കട്ടെ. അപ്പോൾ 1/2 കോട്ട് x സ്ക്വയർ ഇത് ഒരെണ്ണം അല്ലേ? പിന്നെ ഹോൾ റേസ് ടു അതായത് 1/2 കൊണ്ട് അത് അങ്ങനെ ഞാൻ പറഞ്ഞു 1/2 കോട്ട് x സ്ക്വയർ ഇൻറ്റു ഇത് കോട്ടിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് കോസീക് സ്ക്വയർ എക്സിന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? x സ്ക്വയർ ഇൻറ്റു ആ അല്ല ഇൻറ്റു x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. 2 എങ്ങനെയാണ് ആദ്യത്തെ 2 ആ 2 അവിടെ തന്നെ കിടക്കട്ടെ. പുറത്തോട്ട് ഇട്ടാൽ മതി. കോൺസ്റ്റന്റ് x പുറത്തോട്ട് ഇടുക കേട്ടോ. എന്നിട്ട് ഡെറിവേറ്റീവ്
ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. minus 2x 2c square x ഈ square. 2 കട്ടാക്കിയതാ. കേട്ടോ? അപ്പൊ അവസാനം മൈനസ് 2x cosec square of root square x by root 4x. ഇങ്ങനെ വരും ലാസ്റ്റ് ആൻസർ. യെസ് ഇതല്ലേ? എന്താടാ? മിസ്സേ പോക്കോട്ടെ ഇപ്പോൾ കേട്ടോ. സാറിന്റെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ മറ്റേ ഓരോ ഫംഗ്ഷന്റെ അത് പഠിക്കണം. അല്ലെങ്കിൽ അത് പേപ്പറിൽ എഴുതി മിസ് ഇതാനൊന്നുമില്ല സ്റ്റക്കാണ് അതിപ്പോ പല്ലിയ